കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. മാനവരക്ഷകനേ നരനുവിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. എല്ലാവരും ചേർന്ന് മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. ഒരിക്കൽ കൂടി പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. ആവർത്തിച്ച് പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഹല്ലേലൂയ. മനസ്സ് നിറഞ്ഞ് ആരാധിക്കട്ടെ ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹിക്കട്ടെ ഈശോയെ. ഹല്ലേലൂയ ആരാധന ആരാധന ഈശോയേ അങ്ങേക്ക് ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന 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 ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി. ദൈവമേ ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ആയിരുന്നവനും ആയിരുന്നവനും ആയിരിക്കുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും സർവശക്തനും ദൈവവുമായ ദൈവവുമായ കർത്താവ് കർത്താവ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. പരിശുദ്ധൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ മഹത്വം. യേശുവേ മഹത്വം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്കിനിയും രക്തം ചിന്തേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിരസാരമാക്കരുത്.
അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകുമായിരുന്നു. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. പറയാമോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, ഹെബ്രായ ലേഖനം 12-1 വചനം നിങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തും. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. പൗലോസ്ലീഹ പറയുന്നു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, അതിനാൽ നീതിവിധിയാളനായ ദൈവം നീതിയുടെ കിരീടമണിയിക്കട്ടെ. അപ്പോൾ ഇതൊരു ഓട്ടമാണ് പ്രിയമുള്ളവർ, ഇതൊരു യുദ്ധമാണ്, ഇതൊരു സമരമാണ്. ഈ ആത്മീയ ജീവിതം, ഈ ലോക ജീവിതം ഒരു സമരമാണ്. ഈ ലോക ജീവിതം ഒരു ഓട്ട മത്സരമാണ്. അവിടെ യഥാർത്ഥത്തിൽ നീതിയും ന്യായവും അനുസരിച്ച് മത്സരിക്കുന്നവൻ, മറ്റു കാര്യങ്ങളിൽ തലയിടാത്തവൻ, തീഷ്ണതയോടുകൂടി എപ്പോഴും ഉണർവുള്ളവനായിരിക്കുന്നവൻ വിജയം നേടും. അതാണ് വചനങ്ങളിലുടനീളം നമ്മൾ കാണുക. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അപ്പോസ്തല പ്രവർത്തനം 10:44, ജെറമ്യാ 5:14, ലുക്ക 24:45. ഈ വചനങ്ങളിലെല്ലാ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും കർത്താവേ സമൂഹത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരിലേക്ക് വർഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ആരൊക്കെ ഇതിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് വചനാഭിഷേകം വ്യാപരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെറമ്യാ 5:14, എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ആമേൻ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-10 മനോഹരമായൊരു വചനമാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്താണ് പറയുമ്പോൾ ഇതിനർത്ഥം? നമുക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതി പ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ച ശേഷമാണ് ഒരാത്മാവിനെ, ഒരു വ്യക്തിയെ ദൈവം രൂപം കൊടുക്കുന്നത്. ആ പദ്ധതി പ്രകാരം. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അതുതന്നെയാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. ഈ ജീവിതം ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ ലോകത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളൊക്കെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതാണ്. ഈ ലോകത്തിലൊരു ദൗത്യവുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നമ്മളെ വെറും കൈയോടെ ഇവിടെ തോന്നുന്നതൊക്കെ ചെയ്തോട്ടെ എന്ന് കരുതി വിട്ടിരിക്കുന്നതല്ല. മറിച്ച് ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കേണ്ടതിന് വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉത്സാഹമുള്ളവരായിരിക്കണം. വചനത്തിൽ നമ്മളിങ്ങനെ കാണും. സങ്കീർത്തനം 119 അധ്യായം 60 അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നു, ഒട്ടും അമാന്തം കാണിക്കുന്നില്ല. ഒട്ടും അമാന്തം കാണിക്കാതെ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ലോക ജീവിതം ഒഴുക്കിനെതിരെയുള്ള ഒരു നീന്തലാണ്. ഒഴുക്കിനനുസരിച്ച് നീന്തുന്നതല്ല, ഒഴുക്കിനെതിരെ നീന്തുന്നതാണ്. ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരൊക്കെ സെമിനാരി കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞു തന്നു ഓർക്കുന്നുണ്ട്. ഇവിടെ ഒരിക്കൽ പോലും അലസമായിരുന്നു കഴിഞ്ഞാൽ ആരംഭിച്ചതിനേക്കാൾ താഴേക്ക് ചെല്ലും, ആരംഭിച്ചതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അലസമായിരിക്കാനായിട്ട് ആരെയും ദൈവം പ്രതീക്ഷിക്കുന്നില്ല. വീണ്ടും വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 31 അധ്യായത്തിന്റെ 22 ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക, നിന്നെ രോഗം ബാധിക്കുകയില്ല. ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക, നിന്നെ രോഗം ബാധിക്കും. ഇത് ആത്മീയ മേഖലയിൽ മാത്രമല്ല ഈ ഉത്സാഹം വേണ്ടത്, ഭൗതിക മേഖലയിലും ശരീരത്തിന്റെ കാര്യത്തിലും ഈ ഉത്സാഹിയായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ യേശുവേ നന്ദി. ഒരു വൈദികൻ ഇങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പങ്കുവെച്ചൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു ശാസ്ത്രീയമായ ഒരു കാര്യമാണ്, ബയോളജിക്കലായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ദീർഘനേരമായിട്ടൊരു വ്യക്തി ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ദീർഘനേരത്തെ ഇരിപ്പ്
മണിക്കൂറുകൾ വെറുതെ ഇരിക്കുന്നില്ലേ, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടാണെങ്കിലും ഇരിപ്പ് പുകവലിയേക്കാൾ മാരകമാണ്. ദീർഘനേരം ഇരിക്കുന്നത് പുകവലിയേക്കാൾ, ഒരു വ്യക്തി പുകവലിച്ചു എന്ന് പറയുന്നതിനേക്കാൾ മാരകമായൊരു, ശരീരത്തിന് ആരോഗ്യത്തെ സംബന്ധിച്ച് മാരകമായ ഒരു കാര്യമാണ് അവൻ ദീർഘനേരം ഇരിക്കുന്നുണ്ടെങ്കിൽ. അപ്പം ഇത് മടിയെ സംബന്ധിച്ച് ശരിയാണ് പറയുള്ളൂ, അലസമായിരിക്കുന്നതിനെ സംബന്ധിച്ച് ശരിയാണ്. അവൻ്റെ ആരോഗ്യത്തെ തകർക്കുമെന്ന് മാത്രമല്ല, എൻ്റെ ആത്മീയ ജീവിതത്തെയും ഈ അലസത തകർത്തുകളെ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കും. അതാണ് വചനത്തിൽ നമ്മൾ പറഞ്ഞു, ഏതു ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക, നിന്നെ രോഗം ബാധിക്കില്ല. പ്രഭാഷകന്റെ പുസ്തകം 31 അധ്യായത്തിന്റെ 22 വാക്യം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ കാണും, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. ഒരുപാട് ആലോചിച്ച് തലകുത്തി മറിയണമെന്നും വേണ്ട. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുന്ന കാര്യം നന്മയാണെന്ന് ഉറപ്പാക്കുക. ചെയ്യുന്ന കാര്യം നന്മയാണെന്ന് ഉറപ്പാക്കുക, അത് ചെയ്യുക. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കുക. ഈ ഭൂമിയിൽ സന്തോഷവാന്മാരായിട്ട് ജീവിക്കണമെങ്കിലുള്ള വഴിയാണ് പ്രിയമുള്ളവർ. നിരാശയ്ക്കൊന്നും പോകണ്ട. പ്രത്യാശയോടുകൂടി പറ്റുന്ന നന്മകൾ മുഴുവൻ ചെയ്ത് ജീവിക്കുക. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തോട് ചേർന്ന്, ദൈവത്തോട് ആലോചന ചോദിക്കണം. ഓരോന്നും ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കണം, കൃപ ചോദിക്കണം. നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാൻ പറ്റില്ല. ക്രിസ്ത്യാനികരണത്തിൽ പറയുന്നുണ്ട്, മനോഹരമായൊരു വാക്യമാണ്, നമുക്കൊരു നന്മ ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ പോലും ദൈവം തോന്നിപ്പിച്ചാലേ പറ്റുള്ളൂ. നമുക്കൊരു നന്മ ചെയ്തു, അതിൻ്റെ അവകാശവാദം നമുക്ക് എടുക്കാനില്ല. കാരണം ഈ നന്മ ചെയ്യണം, ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു 100 രൂപ സഹായം കൊടുക്കണമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ അത് ദൈവം നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കണം. അപ്പം ഈ തോന്നിയത് പോലും എൻ്റെ കഴിവല്ല, ദൈവം തോന്നിപ്പിച്ചതാണ്. ഈ ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഒരിക്കലും അഹങ്കരിക്കാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. നമുക്കതിനു വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് വചനം പറയണം, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി ജീവിക്കാനായിട്ട് സാധിക്കും. ക്രിസ്ത്യാനികരണത്തിലെ 1 പുസ്തകത്തിൻ്റെ 25 വാക്യത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ച് കടന്നുപോയപ്പോൾ മനോഹരമായ ഒരു കൊട്ടേഷൻ കണ്ടു. അതിപ്രകാരമാണ്, പൊതുവെ സദ്വൃത്തനെങ്കിലും പുണ്യാഭിവൃദ്ധിയിൽ ഉത്സാഹമില്ലാത്തവനേക്കാൾ കൂടുതലായി പുണ്യാഭിവൃദ്ധി പ്രാപിക്കുന്നത് അനേകം ദുരാശകൾക്ക് അധീനനെങ്കിലും ഉത്സാഹവും തീഷ്ണതയുമുള്ള ഒരുവനത്രേ. ഒരിക്കൽ കൂടി കേൾക്കാം. പൊതുവെ സൽവൃത്തൻ നല്ല മനുഷ്യനാണ്, പുണ്യാഭിവൃദ്ധിയിൽ ഉത്സാഹമില്ലാത്തവനാണ്. അവനേക്കാൾ കൂടുതൽ സൽവൃത്തനാണ്, കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല, പ്രശ്നക്കാരനൊന്നുമല്ല, പക്ഷേ യാതൊരുവിധ ഉത്സാഹവും ഇല്ലാത്തവൻ, ആത്മീയ ജീവിതത്തിൽ വളരണമെന്ന് ആഗ്രഹമില്ലാത്ത മനുഷ്യനേക്കാൾ നല്ലത് ദുരാശകൾക്ക് അധീനനെങ്കിലും ഉത്സാഹവും തീഷ്ണതയുമുള്ള ഒരുവനാണ്. അവന് ഒരുപാട് പാപമേഖലകൾ, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് വീണു പോകുമെങ്കിലും ഉത്സാഹത്തോടു കൂടി എഴുന്നേറ്റ് നടക്കുന്നവൻ, വീഴുന്നു ചാടി എഴുന്നേൽക്കുന്നു, അലസത ബാധിച്ച് കിടക്കുന്നില്ല. അവനാണ് കൂടുതൽ ദൈവസന്നിധിയിൽ പുണ്യാഭിവൃദ്ധി പ്രാപിക്കുകയെന്ന് ക്രിസ്ത്യാനികരണത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തീഷ്ണതയുള്ളവരായിരിക്കാം. ഒരിക്കലും അലസതയ്ക്ക് നമ്മൾ വീണു പോകരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അലസൻ ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ്. അവൻ ചെളിയിലാണ് കിടക്കുന്നത്. അവൻ ഒരിക്കലും ചിലപ്പോൾ നന്മയിലേക്ക് വളരാനായിട്ട് സാധിക്കുകയില്ല. ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ ഒരു സംഭവം കൂടി ചേർത്ത് വയ്ക്കാം. ഫൗസ്റ്റീന ഒരിക്കൽ തൻ്റെ മഠത്തിലൂടെ നടക്കുമ്പോൾ കാണുകയാണ്, പിശാചിനെ കണ്ടു. പിശാച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഫൗസ്റ്റീന പിശാചിനോട് ചോദിച്ചു, നീ എന്താണ് ഇവിടെ, നിനക്കെന്താണ് ഇവിടെ കാര്യം, കോൺവെന്റിനുള്ളിൽ നിനക്കെന്താണ് കാര്യം? അപ്പോൾ പിശാച് ഫൗസ്റ്റീനോട് പറഞ്ഞത്രേ, ഞാനിവിടെ ആരെങ്കിലും അലസരായിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നതാണ്. ഇവിടെ ഏതെങ്കിലും കന്യാസ്ത്രീകൾ അലസരായിട്ടിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, അവരെ സ്വന്തമാക്കി. അപ്പോൾ ഫൗസ്റ്റീന പിശാചിനോട് ചോദിച്ചു, നിനക്ക് ആരെങ്കിലും കിട്ടിയോ? അപ്പോൾ പിശാച് പറഞ്ഞു, ഇന്ന് എനിക്ക് ആരെയും കിട്ടിയില്ല. കാരണം ഫൗസ്റ്റീനയുടെ മഠത്തിൽ എല്ലാവരും തീഷ്ണതയുള്ളവരായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമുക്കറിയാം അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ്. ആത്മീയ ജീവിതത്തിൽ അലസത വളരെയേറെ ദൂഷ്യങ്ങൾ ചെയ്യും. പ്രിയമുള്ളവർ, ഉത്സാഹമുള്ളവരായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. ഉത്സാഹികളായിരിക്കുന്നവരാണ് ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുക. പ്രാർത്ഥനകളായിരിക്കാം, ഭക്തകൃത്യങ്ങളായിരിക്കാം, നന്മ പ്രവർത്തികളായിരിക്കാം, എപ്പോഴും ഉണർവുള്ളവരായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഹെബ്രായ ലേഖനം 12 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ നിരയുണ്ടെങ്കിലും നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന, നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. വളരെ മനോഹരമായൊരു വചനം
സുഭാഷിതങ്ങളിൽ കണ്ടെത്താനായിട്ട് സാധിച്ചു. 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വളരെ മനോഹരമാണത്. അലസന്റെ മാർഗം മുൾപ്പടർപ്പുകളാൽ ആവൃതമാണ്, സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീതി അത്രേ. അലസന്റെ മാർഗം മുൾപ്പടർപ്പുകളാൽ ആവൃതമാണ്, സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീതി അത്രേ. ഇതിനർത്ഥം എന്താ പറയുള്ളവരെ? അലസനായൊരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ മുമ്പിൽ എപ്പോഴും അവൻ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും കാണുന്നത്. അവനെപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനുള്ള, ഏത് കാര്യം ചെയ്യാൻ പോയാലും അത് വലിയ പ്രശ്നമാണ്, അത് ശരിയാവില്ല, എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? അവൻ്റെ അലസതയാണ് കാരണം. പക്ഷേ സ്ഥിരോത്സാഹിയായ ഒരു വ്യക്തിയോ, അവൻ്റെ വഴി നിരപ്പായ രാജവീതി എത്രേ. ഈ മനുഷ്യൻ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള വഴി അവൻ കാണുന്നത് കൊണ്ട് അവന് മുമ്പിൽ പ്രശ്നങ്ങളില്ല. അപ്പൊ ആരുടെയാണ്? കാഴ്ചപ്പാടിൻ്റെയാണ് പ്രശ്നം, അലസതയാണ് പ്രശ്നം. അലസനായ വ്യക്തിക്ക് മുമ്പിൽ എപ്പോഴും മുൾപ്പടർപ്പുകളായിരിക്കും. വചനം അങ്ങനെ പറഞ്ഞു, അലസന്റെ മാർഗം മുൾപ്പടർപ്പുകളാൽ ആവൃതമാണ്. അവൻ എപ്പോഴും മുള്ളുകളെ കുറിച്ചുള്ള പരാതികളായിരിക്കും. സ്ഥിരോത്സാഹിയ വഴിയാകട്ടെ നിരപ്പായ രാജവീതി. അവനെപ്പോഴും മുമ്പിൽ നിരപ്പായ രാജവീതികൾ, വിജയങ്ങൾ മാത്രം അവൻ കാണും. ആത്മീയ ജീവിതത്തിൽ വളർച്ച കാണും. പ്രതിസന്ധികളിലൂടെ അവൻ വളരെ സുഗമമായിട്ട് കടന്നു. പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നാളെ എന്ന് നീട്ടിവെക്കാതെ നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. 1 കൊരിന്തോസ് 9:27 വചനം പറയുന്നുണ്ട്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാവാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഈ കർശനമായ നടപടികൾ നമ്മുടെ ജീവിതത്തോട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ആത്മീയ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. ആത്മീയ ജീവിതത്തിൽ കർശനമായ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തോട് തന്നെ, നമ്മളോട് തന്നെ അച്ചടക്കമുള്ളവരായിരിക്കും, നമ്മളോട് തന്നെ സ്ട്രിക്റ്റ് ആയിരിക്കും, കടുംപിടുത്തമുള്ളവരായിരിക്കും. നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും, ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഇന്ന് ഈ ആരാധനയിൽ ദൈവത്തോട് കൃപ ചോദിക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കും. എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കട്ടെ. തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം ഒരുക്കുന്ന വലിയ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. അലസരാണെങ്കിൽ തീഷ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തീഷ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ തീഷ്ണത കൊണ്ട് നിറയ്ക്കട്ടെ. അപ്പോസ്തലന്മാര് പന്തക്കുസ്തായിൽ തീഷ്ണത കൊണ്ട് നിറഞ്ഞു. ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി അലസതയെ നീക്കിക്കളയണമെന്ന് പ്രാർത്ഥന, ഉത്സാഹമുള്ളവരാക്കി മാറ്റണമെന്ന് പ്രാർത്ഥന. ഉത്സാഹിയായ ആത്മാവിനെ ദൈവം എന്നിൽ കണ്ടെത്തട്ടെ. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒരിക്കൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി വെളിപ്പെടട്ടെ. മടി വിട്ടു മാറട്ടെ, അലസത യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീഷ്ണതയിൽ ജ്വലിക്കുന്നവരായിട്ട്, തീഷ്ണതയാൽ നിറഞ്ഞ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണയായിരിക്കണമേ. അങ്ങയുടെ കാരുണ്യം കൂടാതെ ഞങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തിക്കാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തിക്കാം. ദാഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തിക്കാം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അലസതയുടെ മേഖല കർത്താവേ തീ കത്തി. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പാടിക്കുക. അശുദ്ധിയെല്ലാം കർത്താവേ നീക്കണേ. ദാഹത്തോടെ പ്രാർത്ഥിച്ചേ. ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനിത് പറഞ്ഞത്. പെന്തക്കോസ്തായിലെ ശിഷ്യന്മാരുടെ മേലെ, അപ്പസ്തോല സമൂഹത്തിന്റെ മേലെ, പരിശുദ്ധമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച സമൂഹത്തില് പരിശുദ്ധാരൂപി നിറഞ്ഞപ്പോൾ അവർ തീഷ്ണതയോടുകൂടി കർത്താവിനെ പ്രഘോഷിച്ചു. ആത്മീയ ജീവിതത്തിൽ വീഴ്ച കൂടാതെ കർത്താവിനെ അനുഗമിച്ചു. രക്തസാക്ഷികളായിട്ട് അപ്പോസ്തലന്മാര് മാറി. ആ തീഷ്ണത നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ ശക്തി, ധൈര്യം നമുക്ക് നൽകട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് ദാഹത്തോടെ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. എല്ലാവരും ചേർന്ന് പാടിച്ചേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ ദിവികാരണത്തിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടുകേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കോസ്താ അനുഭവം തരണേ, ദാഹത്തോടെ പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. പെന്തക്കോസ്താ അനുഭവം തരണേ, പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലലലലലലലല. പരിശുദ്ധാത്മ ശക്തി എല്ലാ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിലേക്കൊക്കെ പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞ് പുതിയൊരു ഉണർവ്, ഉത്സാഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്മേഷം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മന്ദത വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മന്ദതകളും വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ അഭിഷേകങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരദാന ഫലങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദൈവകരുണയും കൃപയൊഴുകുന്ന സമയം, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുന്ന സമയം, പെന്തക്കോസ്തായിൽ നിറഞ്ഞ പെന്തക്കോസ്താഭിഷേകം നിറയുന്നതിന് വേണ്ടി, ആത്മാഭിഷേകം നിറയുന്നതിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ
യേശുവേ യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ